മെട്രോ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ മെട്രോമാൻ ഇ ശ്രീധരൻ മെട്രോ സ്റ്റേഷനുകൾ സന്ദർശിച്ചു. ഉദ്ഘാടന ചടങ്ങിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്നും ക്ഷണിച്ചാൽ വേദിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് DMRCയുടെയോ തന്റെയോ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ക്ഷണിക്കാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. സംഭവം വിവാദമാക്കേണ്ട കാര്യമില്ല. ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ വേദിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് നമ്മൾ ഈ കാര്യത്തിൽ വലിയ വിവാദം ഉണ്ടാക്കരുത്. ഇത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ്. ആ സുരക്ഷ ആ ഏജൻസി അവരെന്താ തീർച്ചയായിട്ടും അതുപോലെ ചെയ്യണം. എല്ലാവർക്കും അത് നിർബന്ധിതമാണ്. ഒരു വിഷമമില്ല. എന്തിനാണ് എവിടെ എന്നെ എന്തിനാ ക്ഷണിക്കേണ്ട ആവശ്യം? ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഈ കുട്ടി ഇപ്പോഴല്ലേ പണിയെടുക്കുന്ന ആളല്ലേ, അപ്പം എന്തിനാ ക്ഷണിക്കേണ്ട ആവശ്യം? മെട്രോ രണ്ടാം ഘട്ടത്തിൽ DMRCയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. രാവിലെ പാലാരിവട്ടം സ്റ്റേഷനിലെത്തി സൗകര്യങ്ങൾ ഇ ശ്രീധരൻ വിശദമായി പരിശോധിച്ചു. തുടർന്ന് മെട്രോ ട്രെയിനിൽ ആലുവ വരെ അദ്ദേഹം യാത്ര ചെയ്തു. ഇതിനിടെ ഇ ശ്രീധരനെ ചടങ്ങിന് ക്ഷണിക്കാത്തത് മര്യാദകേടായി പോയെന്ന് KV തോമസ് MP പറഞ്ഞു. വീണ്ടും മെസ്സേജ് PMOയിലേക്ക് പോയിട്ടുണ്ട്. ഗവൺമെൻറ് ഭാഗത്തു നിന്നും അല്ലാതെയും പോയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി PMOയാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം ഇത് ഇന്ത്യയിലെ മറ്റ് മെട്രോ പ്രോജക്റ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രോജക്റ്റാണ്. ഉദ്ഘാടനത്തിന് 2 ദിവസം കൂടി ശേഷിക്കെ ഒരുക്കങ്ങൾ കൊച്ചിയിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സുരക്ഷയുടെ ഭാഗമായി ഇതിനകം തന്നെ പോലീസിനെ വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു. പ്രധാന വേദിയായ കലൂർ സ്റ്റേഡിയത്തിലെ വേദി നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.